നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ജൂലൈ 9 നടത്തുന്ന അഖിലേന്ത്യാ പണിമുടക്കിന് പിന്തുണ പ്രഖ്യാപിച്ച് സംയുക്ത തൊഴിലാളി യൂണിയൻ നടത്തറയിൽ കാൽനട ജാഥ സംഘടിപ്പിച്ചു. കേരളത്തിലെ കർഷകരുടെ പ്രശ്നങ്ങൾ പഠിച്ച് കേന്ദ്ര സർക്കാരിന് നിർദ്ദേശങ്ങൾ സമർപ്പിക്കുവാൻ BJP സംസ്ഥാന നേതൃത്വം സാഹിത്യ അക്കാദമിയിൽ സിറ്റിംഗ് നടത്തി. കട്ടിളപ്പൂവം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ക്രിയേറ്റീവ് കോർണർ എന്ന പരിപാടി സംഘടിപ്പിച്ചു. ആവശ്യമായ രേഖകളില്ലാതെ അമിതഭാരം കയറ്റിവരുന്ന വാഹനങ്ങളെ മോട്ടോർ വാഹന വകുപ്പ് ഗ്രാമപ്രദേശങ്ങളിലും പിടികൂടി പിഴ ഈടാക്കുന്നത് ആരംഭിച്ചിരിക്കുന്നു. വിശദമായ വാർത്തകളിലേക്ക്. ജൂലൈ 9 നടക്കുന്ന അഖിലേന്ത്യാ പണിമുടക്കിന് പിന്തുണ പ്രഖ്യാപിച്ച് സംയുക്ത തൊഴിലാളി യൂണിയൻ നടത്തറയിൽ കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിച്ചു. ജനറൽ വർക്കേഴ്സ് യൂണിയൻ ജില്ലാ സെക്രട്ടറി KR രവി ജാഥ ഉദ്ഘാടനം ചെയ്തു. KR രമേശ്, ബിന്നി, EU രാഗേഷ്, T ദിലീപ് കുമാർ, MV ശശികുമാർ, CS സന്തോഷ് കുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. സമാപനം CITU ഏരിയ സെക്രട്ടറി T ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്ത് അതിരൂക്ഷമായ വിലക്കയറ്റമാണ് നിലനിൽക്കുന്നത്. ചില ആളുകൾ പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് 3.5 കോടി മനുഷ്യൻ അധിവസിക്കുന്ന കേരളത്തിൽ തുടർച്ചയായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ഇവിടെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്, അതുകൊണ്ടാണ് വിലക്കയറ്റം നിലനിൽക്കുന്നത് എന്ന്. ഇന്ത്യയിൽ അവശേഷിക്കുന്ന 27 സംസ്ഥാനങ്ങളിലും ഇതിനേക്കാൾ രൂക്ഷമായ തരത്തിലുള്ള വിലക്കയറ്റമാണ് നിത്യോപയോഗ വസ്തുക്കൾ ഉൾപ്പെടെയുള്ള സാധനങ്ങൾക്ക് നിലനിൽക്കുന്നത്. ആ വിലക്കയറ്റം തടയണം. അതിനോടൊപ്പം തന്നെ ഇവിടെ പ്രതിപാദിച്ചതുപോലെ രാജ്യത്തിന്റെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇന്ത്യയുടെ പൊതുസമ്പത്തായി ഇന്നലെ വരെ ഞാനും നിങ്ങളും കണ്ടിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഒന്നൊന്നായി സ്വകാര്യവൽക്കരിച്ചുകൊണ്ടിരിക്കുന്നു. അത് സ്വകാര്യ മുതലാളിമാർക്ക് ലാഭം കൊയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അവസരമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നു. കേരളത്തിലെ കർഷകരുടെ പ്രശ്നങ്ങൾ പഠിച്ച് കേന്ദ്ര സർക്കാരിനെ സമർപ്പിക്കുന്നതിനു വേണ്ടി BJP സംസ്ഥാന നേതൃത്വം നിയോഗിച്ച 3-അംഗ സമിതി തൃശൂരിൽ സന്ദർശനം നടത്തി. സാഹിത്യ അക്കാദമി ചങ്ങമ്പുഴ ഹാളിൽ നടന്ന സിറ്റിംഗിൽ 100 കണക്കിന് കർഷകർ തങ്ങളുടെ പ്രശ്നങ്ങൾ സമിതിയുമായി പങ്കുവച്ചു. നെല്ല് സംഭരണത്തിൽ സംസ്ഥാന സർക്കാർ വരുത്തുന്ന വീഴ്ചകൾ മൂലം മാസങ്ങളോളം പണത്തിനായി കാത്തിരിക്കേണ്ട സ്ഥിതിവിശേഷവും കേന്ദ്രമേഖലയിലെ മറ്റു പ്രശ്നങ്ങളെല്ലാം സമിതിക്ക് കർഷകർ പങ്കുവച്ചു. സമിതി അംഗങ്ങളായ BJP മുൻ സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം രാജശേഖരൻ, സംസ്ഥാന ജനറൽ സെക്രട്ടറി C കൃഷ്ണകുമാർ, കർഷക മോർച്ച സംസ്ഥാന പ്രസിഡന്റ് ഷാജി രാഘവൻ തുടങ്ങിയവരടങ്ങുന്ന സമിതിയാണ് വിവരങ്ങൾ ശേഖരിച്ചത്. നാളെ പാലക്കാട് ജില്ലയിൽ സന്ദർശനം നടത്തും. കുട്ടനാടും മറ്റു ജില്ലകളിലും സംഘം സന്ദർശിക്കും. സംസ്ഥാന സെക്രട്ടറി A നാഗേഷ്, സിറ്റിംഗ് പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്, ജില്ലാ ജനറൽ സെക്രട്ടറി AR അജി ഘോഷ് തുടങ്ങിയവരും ഉണ്ടായിരുന്നു. നെൽ കർഷകർക്ക് നെൽ സംഭരിച്ചു കഴിഞ്ഞാൽ 48 മണിക്കൂറിനുള്ളിൽ പണം നൽകണമെന്ന സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള MOU പാലിക്കുവാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്ന് BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ പറഞ്ഞു. നെല്ല് സംഭരണമടക്കമുള്ള കേരളത്തിലെ നെൽകർഷകരുടെ പ്രശ്നങ്ങൾ പഠിച്ച് കേന്ദ്ര സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കുവാൻ നിശ്ചയിച്ച 3-അംഗ സമിതി തൃശൂരിൽ സന്ദർശനം നടത്തി. കർഷകരുടെ അഭിപ്രായം ശേഖരിച്ച ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് കർഷകർ വലിയ കെണിയിൽപ്പെട്ടിരിക്കുകയാണ്. കണക്ക് പോലും കേന്ദ്ര സർക്കാരിന് കൊടുക്കുന്നില്ല. കർഷകർക്ക് കൊടുക്കേണ്ട പണം വക മാറ്റുകയാണ് ചെയ്യുന്നത്. നിരവധി പ്രശ്നങ്ങളാണ് കർഷകർ നേരിടുന്നത്. ഇതുമൂലം രക്ഷപ്പെടുന്നത് മില്ലുകളാണ്. കർഷകരുടെ പ്രശ്നം ജനങ്ങളുടെ പ്രശ്നമാണ്. ഓരോ വർഷം ചെല്ലുന്തോറും ഭക്ഷ്യോൽപാദനം സംസ്ഥാനത്ത് കുറഞ്ഞു വരികയാണ്. കർഷകരുടെ ക്ഷേമത്തിനായി കർമ്മ പദ്ധതി രൂപീകരിക്കണം. കട്ടിളപ്പൂവം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ക്രിയേറ്റീവ് കോർണർ എന്ന പരിപാടി ജില്ലാ പഞ്ചായത്ത് അംഗം PS വിനയൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സണ്ണി ചെന്നിക്കര അധ്യക്ഷം വഹിച്ചു. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെ സഹായത്തോടെ കുട്ടികളെ വിവിധ തരം കൈത്തൊഴിലുകളിൽ പരിശീലനം നൽകുന്ന ഈ പരിപാടി കട്ടിളപ്പൂവം സ്കൂളിൽ നടപ്പിലാക്കുന്നു. വല്ലപ്പോഴും 1000 കുട്ടികളുള്ള സ്കൂളിൽ ഒരു ഫുട്ബോൾ ഉണ്ടാവും.
ഇങ്ങനത്തെ ഒരു കാലമാണ് പണ്ടേ. അത് പ്രധാനമായിട്ടും ചോദ്യങ്ങൾ തരും, ക്വസ്റ്റ്യൻ മാർക്ക്, ഉത്തരം ചോദ്യം അതിങ്ങനെ ചോദ്യം ഉത്തരം പഠിച്ച് ഇങ്ങനെ കയറ്റിയിട്ട് പേപ്പറിൽ കിട്ടുമ്പോ കുറെ അറിയണ ചോദ്യം വന്നാൽ അറിയണ ഉത്തരം. എന്തൊക്കെ മാറ്റം! ഇതൊരു ഗവൺമെന്റ് സ്കൂളിന്റെ ഒരു റൂമാണോ? അത്ഭുതപ്പെട്ടു പോകുന്നത്. ആ ക്രിയേറ്റീവ് കോർണർ കണ്ടപ്പോൾ ശരിക്കും വിസ്മയിച്ചു പോയാണ്. അതെ, ഇപ്പൊ 5-6 ക്ലാസ്സിലെ കുട്ടികൾക്ക് കൃഷി രീതികള്, കൃഷി ചെയ്യേണ്ട ഉപകരണങ്ങള് അത് നിങ്ങളുടെ കയ്യിൽ തരണം. എങ്ങനെ ഡിസൈൻ ചെയ്യാം പഠിപ്പിക്കണം. ഇലക്ട്രോണിക്സ് സാധനങ്ങള്, മോട്ടർ വർക്ക് ചെയ്തില്ലെങ്കിൽ കുളിമുറിയിൽ കയറി ടാങ്കിൽ വെള്ളം തീർന്നു, മോട്ടർ വർക്ക് ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ ട്രിപ്പായതാവും. ആശയം തീർച്ചയായിട്ടും നമുക്ക് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. കുട്ടികളെ സംബന്ധിച്ച് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുള്ള അവസരമാണ് സ്കൂളിൽ ഉത്സാഹമായി സഹകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ ചെറുപ്പത്തിൽ ഇത്തരം സാഹചര്യങ്ങളൊന്നും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. ഞാൻ നിങ്ങളെ പോലെ ഈ കട്ടിലപ്പോത്ത് ഈ ബിൽഡിങ്ങിലെല്ലാം എന്റെ പഴയ ബിൽഡിങ്ങിൽ ഇരുന്ന് പഠിച്ച 1ാം ക്ലാസ് മുതൽ 1ാം ക്ലാസ് പഠിച്ചൊരു വിദ്യാർത്ഥിയായിരുന്നു. അന്ന് ഞങ്ങൾക്ക് ഇല്ലാതിരുന്ന ഒത്തിരി കാര്യങ്ങൾ ഇപ്പോ നിങ്ങൾക്ക് വേണ്ടി ഒരു അധ്യാപകർ ഒരുക്കുകയാണ്. ഒത്തിരി സഹായം പറഞ്ഞൊന്നും കിട്ടുന്നുണ്ട് ഇതിനുവേണ്ടി. തീർച്ചയായിട്ടും ഈ കിട്ടുന്ന സഹായങ്ങൾ അത് നന്നായി വിനിയോഗിക്കാൻ നിങ്ങൾക്ക് കഴിയും. ഇപ്പോൾ ടീച്ചർ തയ്ക്കുന്നത് നിങ്ങൾക്ക് തയ്ക്കാൻ പറ്റുമോ? ആരും പഠിച്ചിട്ടോ? കൈവയ്ക്ക് എല്ലാവരും കുറേശ്ശെ പഠിച്ചിട്ടുണ്ട്. എല്ലാവരും പഠിക്കും, എല്ലാവരും നന്നായി തയ്ക്കാൻ പഠിക്കും. ഡിപ്ലോമ ഇൻ എയർലൈൻ ആൻഡ് എയർപോർട്ട് മാനേജ്മെന്റ് സ്റ്റേറ്റ് റിസോഴ്സ് സെന്ററിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന SRC കമ്മ്യൂണിറ്റി കോളേജ് ജൂലൈ സെക്ഷനിൽ ആരംഭിക്കുന്ന ഡിപ്ലോമ ഇൻ എയർലൈൻ ആൻഡ് എയർപോർട്ട് മാനേജ്മെന്റ് പ്രോഗ്രാമിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. +2 അഥവാ തത്തുല്യ യോഗ്യതയുള്ളവർക്ക് ജൂലൈ 20 വരെ അപേക്ഷിക്കാം. പ്രോഗ്രാമിൽ മികവ് പുലർത്തുന്നവർക്ക് തൊഴിൽ ഉറപ്പുവരുത്തുന്നതിനുള്ള സേവനങ്ങളും എയർപോർട്ട് മാനേജ്മെന്റ് രംഗത്തുള്ള ഏജൻസികളുടെ സഹകരണത്തോടെ നടത്തും. അപേക്ഷാ ഫോറവും പ്രോസ്പെക്ട്സും തിരുവനന്തപുരത്ത് നന്ദാവനം പോലീസ് ക്യാമ്പിന് സമീപം പ്രവർത്തിക്കുന്ന SRC ഓഫീസിൽ നിന്നും ലഭിക്കും. ഫോൺ 0412570471. 4 വർഷത്തിലേറെയായി പെൻഷൻ ആനുകൂല്യങ്ങൾ തടഞ്ഞുവെച്ചിരിക്കുന്നതിൽ പ്രതിഷേധിച്ച് കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി പെൻഷനേഴ്സ് ഫോറം നടത്തിവരുന്ന അനിശ്ചിതകാല റിലേ സത്യാഗ്രഹം 14 ദിവസം പിന്നിട്ടു. കാർഷിക സർവകലാശാല VC-യുടെ തൊഴിലാളി വിരുദ്ധ നിലപാട് തിരുത്തണമെന്നും പ്രോസ് ചാൻസലർ കൂടിയായ കൃഷിമന്ത്രി ഇടപെട്ട് പ്രശ്നം പരിഹരിക്കണമെന്നും വ്യാഴാഴ്ചത്തെ സമരം ഉദ്ഘാടനം ചെയ്ത് CPIM തൃശൂർ ജില്ലാ സെക്രട്ടറി അംഗവും കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ PK ഷാജൻ ആവശ്യപ്പെട്ടു. ഡോക്ടർ രഞ്ജൻ S കരിപ്പായി അധ്യക്ഷനായി. VS സത്യശീലൻ, CR ദാസ്, B ഷിറാസ്, PM രമേശ് ചന്ദ്രൻ, NV ചന്ദ്രൻ, PV രാധ, ഡോക്ടർ S എസ്റ്റിലിറ്റ എന്നിവർ സംസാരിച്ചു. വൈസ് ചാൻസലറുടെ നിർദ്ദേശപ്രകാരം മണ്ണുത്തി പോലീസ് സമരക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കിയതിനെ തുടർന്ന് സർവകലാശാലയുടെ മെയിൻ ഗേറ്റിലാണ് സത്യാഗ്രഹം തുടരുന്നത്. കടുത്ത നിലപാട് സ്വീകരിച്ചാലും പ്രതികൂല കാലാവസ്ഥയിലും ന്യായമായ ആവശ്യങ്ങൾ നേടിയെടുക്കും വരെ സമരവുമായി മുന്നോട്ടു പോകുമെന്ന് പെൻഷനേഴ്സ് ഫോറം ഭാരവാഹികൾ പറഞ്ഞു. P ശ്രീജിത്ത്, അനിത വേണുഗോപാൽ, P മധുസൂദനൻ, CK ജയരാജൻ, MR ശാരദ, PR കല്യാണി, KB നളിനി, PV മോഹനൻ, AG രാജേന്ദ്രബാബു, OG ശാന്ത എന്നിവർ സത്യാഗ്രഹമിരുന്നു. കാരണം അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ ഉള്ളിൽ സമരം ചെയ്യാൻ പാടില്ല എന്ന ഭരണാധികാരികൾ തീരുമാനിച്ചിരിക്കുക. അല്പമൊന്ന് പൊന്നിട്ടുണ്ട്. ഇതാരെയാ നിങ്ങൾ പുറത്താക്കണത് എന്നൊന്ന് ചിന്തിക്കണ്ടേ? പുറത്താക്കുന്നത് ഈ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഇപ്പോ ഈ സമരം ചെയ്യുന്നവരുടെ കാൽപ്പാടുകൾ മുഴുവൻ ഇവിടെ കാണാം. അവിടെ ഓടി നടന്ന് പണിയെടുത്ത് കഷ്ടപ്പെട്ട് അന്തസ്സായ ജീവിതം നയിക്കുകയും യൂണിവേഴ്സിറ്റിയെ അന്തസ്സാക്കുകയും ചെയ്ത ആദരണീയരായവർ അവരുടെ ആവശ്യങ്ങൾ പറയാൻ സമരം നടത്തിയപ്പോ നമ്മളെ സമരപ്പന്തല് പൊളിച്ച് പുറത്താക്കി. സമരപ്പന്തല് പൊളിച്ച് വേറെ നാം കണ്ടിട്ടുണ്ട്.
പക്ഷേ ആ സമരപ്പന്തൽ പൊളിക്കലും ഈ സമരപ്പന്തൽ പൊളിക്കലും രണ്ടും രണ്ടാണ്. ഒരു വിവേകമുള്ള ഒരു ഭരണാധികാരി അത് ചെയ്യും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നേരത്തെ എനിക്ക് മുമ്പറിയാം. ഇനിയൊരു ഇടവേള. Mediplus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ, പ്രണയ നൈരാശ്യം? മൂട്ടിയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. വീണ്ടും വാർത്തകളിലേക്ക്. ആവശ്യമായ രേഖകളില്ലാതെയും ഓവർലോഡ് കയറ്റിയും വരുന്ന വാഹനങ്ങളെ മോട്ടോർ വാഹന വകുപ്പ് കർശന പരിശോധന നടത്തി പിഴ ഈടാക്കുവാൻ ആരംഭിച്ചിരിക്കുന്നു. തെക്കുംകര പഞ്ചായത്തിലെ കല്ലുകൂട്ടം ഭാഗത്ത് നടത്തിയ പരിശോധനയിൽ അമിതഭാരം കയറ്റി ജിയോളജി വകുപ്പിന്റെ പാസില്ലാതെ വന്ന ടിപ്പർ ലോറി പരിശോധിച്ച് 35,000 രൂപ പിഴ ഈടാക്കുകയും ഡ്രൈവറുടെ ലൈസൻസ് 3 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തതായി മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ PV ബിജു പറഞ്ഞു. തുടർന്നും കർശനമായ പരിശോധനകൾ നടത്തി അനധികൃതമായി ലോഡ് കയറ്റിവരുന്ന വാഹനങ്ങൾ പിടികൂടും. ഓവർലോഡ് മൂലം റോഡുകൾ തകരുകയും വാഹന അപകടങ്ങൾ വർദ്ധിക്കുകയും ചെയ്യുന്നത് പരമാവധി ഒഴിവാക്കുകയാണ് ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു. ഞാൻ ജിയോളജി സ്ക്വാഡിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ജിയോളജിക്ക് നമ്മൾ ഒഫീഷ്യലായിട്ട് ലെറ്റർ കൊടുക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ നിലവിൽ 32,500 രൂപ ഫൈൻ ഉണ്ട്. ഇപ്പോൾ ഡ്രൈവർ വണ്ടി പൊട്ടിയിട്ട് സ്ഥലം വിടാനായിട്ട് നോക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടതിൽ ഡ്രൈവർ ഓവർലോഡ് കയറ്റി വന്നിട്ടുള്ള എന്തെങ്കിലും ലൈസൻസിൻ്റെ സസ്പെൻഷൻ ഉണ്ടാവും. എല്ലാ നടപടികൾ നടക്കുന്നുണ്ട്. ലൈസൻസ് ഒരു 3 മാസമെങ്കിലും കട്ടണം. സംസ്ഥാന പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷന്റെ തൃശൂർ ഓഫീസിൽ നിന്നും ഹിന്ദു, OBC, ക്രിസ്ത്യൻ, മുസ്ലിം വിഭാഗക്കാരായ വിദ്യാർത്ഥികൾക്ക് പ്രൊഫഷണൽ കോഴ്സ് പഠിക്കുന്നതിനായി കുറഞ്ഞ പലിശ നിരക്കിൽ വിദ്യാഭ്യാസ വായ്പ നൽകുന്നു. ഫോൺ 0487 24 24 212. സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് തൃശൂർ ജില്ലാ യുവജന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ വരടിയം IHRD ഹയർ സെക്കൻഡറി സ്കൂളിൽ ലഹരിവിരുദ്ധ ദിനാചരണം സംഘടിപ്പിച്ചു. ലഹരിവിരുദ്ധ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി കാർട്ടൂൺ, ചിത്രരചന, ഉപന്യാസ രചന, പോസ്റ്റർ നിർമ്മാണം തുടങ്ങിയ മത്സരങ്ങൾ സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തോംസൺ തലക്കോടൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ യൂത്ത് പ്രോഗ്രാം ഓഫീസർ CT സബിത അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ ബിന്ദു, പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് യൂത്ത് കോർഡിനേറ്റർ കൃഷ്ണപ്രിയ തുടങ്ങിയവർ സംസാരിച്ചു. സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികളും ലഹരിവിരുദ്ധ ദിനാചരണ പരിപാടിയിൽ പങ്കാളികളായി. 4,500 രൂപയുടെ ഹെഡ്സെറ്റിന് തകരാർ. 19,500 രൂപ നൽകുവാൻ തൃശൂർ ഉപഭോക്തൃ കോടതി വിധി.
ഹെഡ്സെറ്റിന്റെ തകരാർ ആരോപിച്ച് ഫയൽ ചെയ്ത ഹർജിയിൽ പരാതിക്കാരന് അനുകൂല വിധി. തൃശൂർ പറപ്പൂക്കരയിലുള്ള കള്ളിക്കടവിൽ വീട്ടിൽ സജിത്ത് ഫയൽ ചെയ്ത ഹർജിയിലാണ് ചാലക്കുടിയിലുള്ള SMS ഡിജിറ്റൽ ഷോപ്പ് ഉടമ, ബാംഗ്ലൂരിലെ ഹാർമൻ ഇന്റർനാഷണൽ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ മാനേജിംഗ് ഡയറക്ടർ എന്നിവർക്കെതിരെ വിധിയായത്. ഹർജിക്കാരൻ 4500 രൂപ നൽകിയാണ് ഹെഡ്സെറ്റ് വാങ്ങിച്ചത്. ഹെഡ്സെറ്റിന്റെ വയർ വിട്ടുപോകുന്ന തകരാർ കാണിച്ചു പരാതിപ്പെട്ടപ്പോൾ ഉൽപ്പന്നം മാറ്റിത്തന്നുവെങ്കിലും തകരാർ ആവർത്തിക്കപ്പെട്ടു. തുടർന്ന് ബന്ധപ്പെട്ടപ്പോൾ യാതൊന്നും ചെയ്യാൻ നിർവാഹമില്ല എന്ന് മറുപടി ലഭിച്ചു. കടയുടമയ്ക്കെതിരെയും നിർമ്മാതാവായ ഹാർമൻ കമ്പനിക്കെതിരെയും സജിത്ത് ഹർജി ഫയൽ ചെയ്തു. കോടതി നിയോഗിച്ച വിദഗ്ധ കമ്മീഷണർ പരിശോധന നടത്തി തകരാറുകൾ റിപ്പോർട്ട് ചെയ്തു. തെളിവുകൾ പരിഗണിച്ച് പ്രസിഡന്റ് CT സാബു, മെമ്പർമാരായ ശ്രീജ S, R രാമോഹൻ എന്നിവരടങ്ങിയ തൃശൂർ ഉപഭോക്തൃ കോടതി ഹർജിക്കാരന് ഹെഡ്സെറ്റിന്റെ വിലയായ 4500 രൂപയും നഷ്ടപരിഹാരമായി 10000 രൂപയും ചിലവിലേക്ക് 5000 രൂപയും നൽകാൻ കൽപ്പിച്ച് വിധി പുറപ്പെടുവിച്ചു. ഹർജിക്കാരന് വേണ്ടി അഡ്വക്കേറ്റ് AD ബെന്നി ഹാജരായി വാദം നടത്തി. കലാലയ വിദ്യാർത്ഥികൾ സാമ്പത്തിക ഉന്നമനം മാത്രം ലക്ഷ്യം വെച്ച് അറിവ് സമ്പാദിക്കരുതെന്നും സമൂഹ നിർമ്മിതിക്ക് ആവശ്യമായ കരുണാർദ്രമായ മനോഭാവം പഠന സമയത്ത് വളർത്തിയെടുക്കണമെന്നും മേജർ PJ സ്റ്റൈജു. ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിലെ ഡിഗ്രി നവാഗത വിദ്യാർത്ഥികൾക്ക് സംഘടിപ്പിച്ച വിജ്ഞാനോത്സവം 2025 മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു 24 കേരള ബറ്റാലിയൻ അസോസിയേറ്റഡ് NCC ഓഫീസർ മേജർ PJ സ്റ്റൈജു. കണ്ടാണശ്ശേരി പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് PV നിവാസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കോളേജ് പ്രിൻസിപ്പൽ PS വിജോയ് അധ്യക്ഷത വഹിച്ചു. IQAC കോർഡിനേറ്റർ ഡോക്ടർ TD ശ്രീജ 4 വർഷ ഡിഗ്രിയും സാധ്യതകളും എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു. കോളേജ് യൂണിയൻ വൈസ് ചെയർപേഴ്സൺ VP അനുശ്രീ ആശംസകൾ അറിയിച്ചു. അക്കാദമിക് കോർഡിനേറ്റർ ഡോക്ടർ ലക്ഷ്മി ശങ്കർ സ്വാഗതവും അഡ്മിഷൻ നോഡൽ ഓഫീസർ PP സന്തോഷ് നന്ദിയും അറിയിച്ചു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ R ബിന്ദുവിന്റെ വിജ്ഞാനോത്സവം 2025 ഉദ്ഘാടന തത്സമയ സംപ്രേഷണം കോളേജ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചിരുന്നു. മറ്റു വാർത്തകൾ ഒരു ഇടവേളയ്ക്ക് ശേഷം. ആതുര ശുശ്രൂഷ രംഗത്ത് കാൽനൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. വീണ്ടും വാർത്തയിലേക്ക്. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട 18നും 55നും ഇടയിൽ പ്രായമുള്ള തൊഴിൽ രഹിതരായവരിൽ നിന്ന് സ്വയം തൊഴിൽ വായ്പയ്ക്കുള്ള അപേക്ഷ ക്ഷണിച്ചു. സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ 6% പലിശ നിരക്കിൽ 5 സെന്റിൽ കുറയാത്ത വസ്തു ജാമ്യത്തിന്റെയോ ഉദ്യോഗസ്ഥ ജാമ്യത്തിന്റെയോ ഈടിലാണ് വായ്പ അനുവദിക്കുന്നത്. 1 ലക്ഷം രൂപ മുതൽ 4 ലക്ഷം രൂപ വരെയാണ് വായ്പാ തുക. 3 ലക്ഷം രൂപ വരെയാണ് വരുമാന പരിധി. അപേക്ഷാ ഫോറത്തിനും വിശദ വിവരങ്ങൾക്കും തൃശൂർ രാമനിലയത്തിന് സമീപമുള്ള പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ ജില്ലാ ഓഫീസുമായി ബന്ധപ്പെടണം. ഫോൺ 048723315556. മാടക്കത്ര ഗ്രാമപഞ്ചായത്ത് ഞാറ്റുവേല ചന്ത 2025 ജൂലൈ 2 ബുധനാഴ്ച നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഇന്ദിരാ മോഹൻ ഉദ്ഘാടനം ചെയ്തു. ഞാറ്റുവേലയോടനുബന്ധിച്ച് വിവിധ തരത്തിലുള്ള കുരുമുളക് വള്ളികൾ, ജൈവ ജീവാണു വളങ്ങൾ എന്നിവ വിതരണം ചെയ്തു. മാടക്കത്ര ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സാവിത്രി രാമചന്ദ്രൻ അധ്യക്ഷയായിരുന്നു. മെമ്പർമാരായ പുഷ്പ ചന്ദ്രൻ, സിമി, കൃഷി ഓഫീസർ, കൃഷി അസിസ്റ്റന്റുമാർ, ADC അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. അത് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കൃഷിഭവനിൽ ഇന്ന് വരെ വിത്തും വളവും അതുപോലെ തന്നെ പച്ചക്കറിയുടെ തൈയും മറ്റുള്ള ഹൈബ്രിഡ് തൈകളും ആറ്റിടാതെ തന്നെ നമുക്ക് കർഷകർക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഈ പ്രാവശ്യം നമുക്ക് പച്ചക്കറി വന്നതൊക്കെ ഒരു സ്ഥലത്ത് തന്നെ കേന്ദ്രീകരിച്ചിട്ടുള്ള വിതരണം അല്ലായിരുന്നു. നമ്മൾ വിവിധ ഗ്രാമസഭകളിലും വിവിധ പ്രദേശങ്ങളിലും കൊണ്ടുവച്ച് എല്ലാ കർഷകർക്കും ഇത് കിട്ടട്ടെ, ഗ്രൂപ്പിലൂടെ അല്ലാതെയുള്ളൊരു വിതരണം കൂടിയാണ് നടത്തിയിരുന്നത്. അതൊരു മാതൃകാപരമാണ്. ഇനിയും പ്രോജക്റ്റുകൾ വേണ്ടത് നമുക്ക് ചെയ്യാനുണ്ട്. നമുക്ക് നമ്മുടെ ജില്ലയ്ക്ക് മാതൃകയായി തന്നെ കേര സംരക്ഷണ സേന രൂപീകരിച്ച് ആളുകളുടെ തെങ്ങ് തടന്നുറക്കലും വളമിടലും തെങ്ങിൻ്റെ മണ്ട വൃത്തിയാക്കലും തെങ്ങിന് മരുന്ന് കൊടുക്കലും അതുപോലെ തന്നെ കുമ്മായം മറ്റുള്ള സംവിധാനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ദേശീയപാതയിൽ അശ്രദ്ധമായി വാഹനങ്ങൾ നിർത്തിയിടുന്നത് മൂലം ഉണ്ടാവുന്ന അപകടങ്ങൾ തുടർക്കഥയാവുമ്പോഴും നടപടിയെടുക്കാതെ പോലീസും ദേശീയപാത അതോറിറ്റിയും.
കൂടുതൽ രാത്രി സമയങ്ങളാണ് ദേശീയപാതയിൽ വാഹനങ്ങൾ അശ്രദ്ധമായി നിർത്തിയിടുന്നത്. ഇത് പലപ്പോഴും അപകടങ്ങൾക്ക് വഴിവെക്കുന്നു. എപ്പോഴും ദേശീയപാതയിൽ പട്രോളിംഗ് നടത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഇത്തരം വാഹനങ്ങൾ കണ്ടാൽ അവ മാറ്റിയിടാനോ പിഴ ഈടാക്കാനോ തയ്യാറാകുന്നില്ല. എന്നാൽ പകൽ സമയത്ത് ദേശീയപാതയിലൂടെ വരുന്ന വാഹനങ്ങളെ കൈകാണിച്ച് നിർത്തി പിഴ ഈടാക്കാൻ ഉദ്യോഗസ്ഥർ മറക്കാറില്ല. ദേശീയപാതയിലെ ആവശ്യമായ വെളിച്ചക്കുറവ് പലപ്പോഴും അപകടങ്ങൾക്ക് കാരണമാകുന്നു. രാത്രി സമയങ്ങളിൽ വലിയ വാഹനങ്ങൾ ഇത്തരത്തിൽ ദേശീയപാതയിൽ അലക്ഷ്യമായി നിർത്തിയിടുന്നതിനെതിരെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഇനിയെങ്കിലും നടപടി ശക്തമാക്കണമെന്നാണ് നാട്ടുകാരുടെയും യാത്രക്കാരുടെയും ആവശ്യം. VSന്റെ ആരോഗ്യനില അതീവ ഗുരുതരം. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുന്നു. വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് VSന്റെ ജീവൻ നിലനിർത്തുന്നത്. തുടർച്ചയായി ഡയാലിസിസ് ചെയ്യണമെന്ന നിർദ്ദേശം മെഡിക്കൽ ബോർഡ് നൽകിയിരിക്കുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഡയാലിസിസ് ചെയ്യുവാൻ ശ്രമിച്ചെങ്കിലും VSന്റെ ശരീരം അതിനോട് പ്രതികരിച്ചിട്ടില്ല. രക്തസമ്മർദ്ദം ഉയർന്നും താഴ്ന്നും നിൽക്കുകയാണ്. ഇതിനൊപ്പം വൃക്കകളുടെ പ്രവർത്തനം സാധാരണഗതിയിൽ എത്തിക്കുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടത്തിവരുന്നത്. VS മരുന്നുകളോട് പ്രതികരിക്കുന്നു എന്നാണ് ഇന്നലെ പുറത്തിറങ്ങിയ മെഡിക്കൽ ബുള്ളറ്റിൻ. ജൂലൈ 9 ദേശീയ പണിമുടക്കിനെ പിന്തുണ പ്രഖ്യാപിച്ച് പുത്തൂരിൽ സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിച്ചു. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നടപടികൾക്കെതിരെ ജൂലൈ 9 നടത്തുന്ന ദേശീയ പണിമുടക്കിന് പിന്തുണ പ്രഖ്യാപിച്ചാണ് കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിച്ചത്. പുത്തൂർ കുരിശുമൂലയിൽ നിന്നും ആരംഭിച്ച കാൽനട ജാഥ പുത്തൂർ സെന്ററിൽ സമാപിച്ചു. തുടർന്ന് നടത്തിയ യോഗം CITU ജില്ലാ സെക്രട്ടറി KP പോൾ ഉദ്ഘാടനം ചെയ്തു. TS മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. PG ഷാജി, PU പ്രേമദാസൻ, EN അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. ഇന്ത്യയിലെ മൊത്തം ജനസംഖ്യയിൽ ഏകദേശം വരുന്ന 130 കോടി ജനങ്ങളിലെ 125 കോടിയിലേറെ ജനങ്ങൾ തൊഴിലാളികളാണ്, കർഷകരാണ്. വ്യത്യസ്ത രീതിയിലുള്ള തൊഴിലെടുക്കുന്നവരാണ്, കാർഷിക തൊഴിലാളികളാണ്. അപ്പോൾ അവരുടെ ജീവിതത്തെ ബാധിക്കുന്ന പ്രശ്നം രാഷ്ട്രത്തിൻ്റെ പ്രശ്നമാണ്, ഇന്ത്യ രാജ്യത്തിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ ഇന്ത്യ രാജ്യത്തെ ബാധിക്കുന്ന, ഇവിടുത്തെ ജനകോടികളെ ബാധിക്കുന്ന ജീവൽ പ്രശ്നങ്ങൾ, അതിന് ശാശ്വതമായ പരിഹാരം കാണാൻ ഇന്ത്യൻ ഭരണകൂടത്തിനുള്ള ഉത്തരവാദിത്വം മുൻപ് നടന്ന ദേശീയ സമരങ്ങളിലും ദേശീയ പണിമുടക്കങ്ങളിലും ഇന്ത്യയിലെ മോദി ഗവൺമെൻറ്റിനോടും അതിനു മുൻപുണ്ടായിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ രാജ്യം ഭരിച്ചിരുന്ന UPA യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസ് കോൺഗ്രസ് ഐക്ക് മുൻപൈ ഉണ്ടായിരുന്ന ഗവൺമെൻറ്റിനോടും ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ പണിമുടക്കങ്ങളിലെല്ലാം ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് ട്രേഡ് യൂണിയനുകൾ അല്ലെങ്കിൽ ചുവന്ന കൊടി പിടിക്കുന്ന ട്രേഡ് യൂണിയനുകൾ മാത്രമല്ല, ഭാരതീയ മസ്ദൂർ സംഘം എന്ന് പറയുന്ന BMS അന്ന് ഈ ദേശീയ ട്രേഡ് യൂണിയൻ വേദിക്ക് രൂപം കൊടുക്കുമ്പോൾ അതിനകത്ത് പങ്കാളികളായിരുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജൂലൈ 9 നടത്തുന്ന അഖിലേന്ത്യാ പണിമുടക്കിനെ പിന്തുണ പ്രഖ്യാപിച്ച് സംയുക്ത തൊഴിലാളി യൂണിയൻ നടത്തറയിൽ കാൽനട ജാഥ സംഘടിപ്പിച്ചു. കേരളത്തിലെ കർഷകരുടെ പ്രശ്നങ്ങൾ പഠിച്ച് കേന്ദ്ര സർക്കാരിന് നിർദ്ദേശങ്ങൾ സമർപ്പിക്കുവാൻ BJP സംസ്ഥാന നേതൃത്വം സാഹിത്യ അക്കാദമിയിൽ സിറ്റിംഗ് നടത്തി. കട്ടിളപ്പൂവം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ക്രിയേറ്റീവ് കോർണർ എന്ന പരിപാടി സംഘടിപ്പിച്ചു. ആവശ്യമായ രേഖകളില്ലാതെ അമിതഭാരം കയറ്റിവരുന്ന വാഹനങ്ങളെ മോട്ടോർ വാഹന വകുപ്പ് ഗ്രാമപ്രദേശങ്ങളിലും പിടികൂടി പിഴ ഈടാക്കുന്നത് ആരംഭിച്ചിരിക്കുന്നു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.